എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു കാലയാത്ര നടത്താൻ പോവാണ് 1951ലേക്ക്. അഖണ്ഡജ്യോതി മാസികയുടെ സെപ്റ്റംബർ ലക്കത്തിലൂടെ അതിലെ കാലത്തെ അതിജീവിക്കുന്ന ചില അറിവുകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അല്ലേ? ശരി, തുടങ്ങാം. ഈ മാസികയ്ക്ക് പിന്നിലെ ജ്ഞാനസ്രോതസ് ആരാണെന്ന് നമുക്ക് ആദ്യം തന്നെ ഓർക്കാം. യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജി. അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള അമൂല്യമായ ചിന്തകളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഒരു വലിയ ചോദ്യം വരുന്നുണ്ട്. ഇത്രയധികം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്? അപ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയ വാക്കുകൾക്ക്, നമ്മുടെ ഇന്നത്തെ പ്രശ്നങ്ങൾക്ക്, നമ്മുടെ ഭാവിയെക്കുറിച്ചൊരു വ്യക്തത തരാൻ സാധിക്കുമോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. അപ്പോൾ നമ്മുടെ ഈ യാത്ര നമ്മൾ തുടങ്ങുന്നത് പുറത്തുള്ള ലോകത്തു നിന്നല്ല, മറിച്ച് നമുക്ക് ഏറ്റവും അടുത്തുള്ള, പക്ഷെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരിടത്തു നിന്നാണ്. അതെ, നമ്മുടെ ഉള്ളിലെ ലോകം, നമ്മുടെ മനസ്സ്. അവിടെയാണ് എല്ലാം തുടങ്ങുന്നത്. ഈ മാസിക വളരെ രസകരമായ ഒരു വേർതിരിവ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് മനസ്സിനെക്കുറിച്ച്. ഒന്ന്, ബഹിർമുഖി മനസ്സ്, അതായത് എപ്പോഴും പുറത്തേക്ക് മാത്രം നോക്കുന്ന, ലോകത്തിലെ സുഖങ്ങളിലും ബഹളങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്ന്. ഇത് നമ്മളെ എപ്പോഴും ഒരു അസ്വസ്ഥതയിലേക്ക് കൊണ്ടുപോകും, അല്ലേ? പക്ഷെ മറ്റൊന്നുണ്ട്, അന്തർമുഖി മനസ്സ്. ഇത് ഉള്ളിലേക്ക് നോക്കുന്നു. ആന്തരിക സമാധാനവും സ്വരം തിരിച്ചറിവുമാണ് അതിന്റെ ലക്ഷ്യം. ഈ മനസ്സിനു ചുറ്റും എന്ത് സംഭവിച്ചാലും ഒരു സ്ഥിരതയും ശാന്തതയും കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ പരിഹാരം എന്താണെന്നല്ലേ? മാസിക പറയുന്നത് ഇതാണ്: നമ്മൾ ഉള്ളിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ, അതൊരു വെളിച്ചം പോലെയാണ്. ആ വെളിച്ചം നമ്മുടെ പുറമേയുള്ള ലോകത്തെക്കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളെയും ആ മിഥ്യാബോധങ്ങളെയും ഇല്ലാതാക്കും. ഇരുട്ടിനെ വെളിച്ചം അകറ്റുന്നത് പോലെ തന്നെ. ശരി, അപ്പം മനസ്സിന്റെ കാര്യം നമ്മൾ കണ്ടു. ഇനി ഈ ആന്തരിക സമാധാനം നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? മാസിക ഇതിനെക്കുറിച്ച് പറയുന്നത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. നമ്മുടെ ശരീരം ഒരു ക്ഷേത്രമാണെന്ന്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള, പക്ഷെ പലപ്പോഴും മറന്നുപോകുന്ന ഒരു പഴയ സത്യം ഈ ലേഖനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആരോഗ്യമുള്ള ശരീരമാണ് ആദ്യത്തെ സന്തോഷം. ശരിയല്ലേ? നമ്മുടെ ജീവിതത്തിലെ എന്ത് സന്തോഷത്തിനും എന്ത് നേട്ടങ്ങൾക്കും അടിസ്ഥാനം വേണ്ടത് ഈ ശാരീരിക ആരോഗ്യം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് അമിതാധ്വാനം, അല്ലേ? ഇതിന്റെ അപകടങ്ങളെക്കുറിച്ച് മാസിക കൃത്യമായി പറയുന്നുണ്ട്. ഒന്നാമതായി, 2 തരം ക്ഷീണമുണ്ടെന്ന് മനസ്സിലാക്കണം. ശരീരം കൊണ്ട് അധ്വാനിക്കുമ്പോഴുണ്ടാവുന്ന ക്ഷീണവും പിന്നെ നമ്മുടെ മാനസിക സമ്മർദ്ദം കൊണ്ടും ഒരുപാട് ചിന്തിച്ചുമുണ്ടാവുന്ന ക്ഷീണവും. രണ്ടാമതായി, ഇതിന്റെ വില എന്താണെന്ന് അറിയണം. വിശ്രമമില്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ജീവോർജം തീർന്നു പോകും, അത് രോഗങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ട് മൂന്നാമത്തെ പോയിന്റ് ഇതാണ്: വിശ്രമത്തിന് പ്രാധാന്യം കൊടുക്കുക. ഓർക്കണം, വിശ്രമം എന്നതും മടിയല്ല. അത് നമ്മുടെ ശരീരത്തിന് സ്വയം റീചാർജ് ചെയ്യാനും ശക്തി വീണ്ടെടുക്കാനും അത്യാവശ്യമായ ഒരു പ്രക്രിയയാണ്. ഈ മാസികയുടെ ഒരു ഭംഗി എന്താണെന്ന് വെച്ചാൽ, അത് വെറും തത്വങ്ങൾ മാത്രമല്ല പറയുന്നത്, വളരെ പ്രായോഗികമായ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് എന്നതാണ്. ഉദാഹരണത്തിന് ഇത് നോക്കൂ, 1951 മലേറിയക്കുള്ള ചില നാട്ടുചികിത്സകൾ, തുരിശും തുളസിയും ഇഞ്ചിയും തേനുമൊക്കെ ഉപയോഗിച്ചുള്ള പ്രതിവിധികൾ. ഇത് കാണിക്കുന്നത് എന്താണ്? അറിവ് എന്നത് ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നതിന്റെ ഒരു മികച്ച ഉദാഹരണമാണിത്. ഓക്കെ, അപ്പൊ നമ്മൾ വ്യക്തിയുടെ മനസ്സിനെയും ശരീരത്തെയും കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്ക് കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കാം. ഒരു വ്യക്തിയുടെ സ്വഭാവം ഒരു സമൂഹത്തെ മൊത്തത്തിൽ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം. മാസിക നമ്മളോട്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. എന്താണ് സ്വാർത്ഥത നിറഞ്ഞ ഈ ഭൗതികമായ ജീവിതത്തിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന യഥാർത്ഥ വില? ഇതിന്റെ അനന്തരഫലങ്ങൾ വളരെ ഭീകരമാണ്. ആളുകൾക്ക് പരസ്പരം വിശ്വാസമില്ലാതാവുന്നു, ബഹുമാനമില്ലാതാവുന്നു. ബിസിനസ്സുകളിലും മറ്റും വഞ്ചന ഒരു സാധാരണ കാര്യമായി മാറുന്നു. മനുഷ്യത്വം തന്നെ നഷ്ടപ്പെടുന്നു. നേതാക്കന്മാര് അഴിമതിക്കാരാവുന്നു. അവസാനം എന്ത് സംഭവിക്കും? ആ സമൂഹമെന്ന കെട്ടുറപ്പു തന്നെ പതിയെ ഇല്ലാതാകാൻ തുടങ്ങും. അതായത് ഉള്ളിൽ നിന്നു തന്നെ ആ സമൂഹം നശിച്ചു തുടങ്ങും. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇതൊരു അവസാന വാക്കല്ല. മാസിക ഒരു പ്രതീക്ഷയുടെ സന്ദേശം കൂടി തരുന്നുണ്ട്. അതായത് സമയത്തിന് നമ്മൾ നമ്മുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ആ വഴി മാറ്റുകയാണെങ്കിൽ വലിയൊരു നാശത്തിൽ നിന്ന് നമുക്ക് സ്വയം രക്ഷപ്പെടാൻ സാധിക്കും. ആ ഒരു തിരുത്തലിന് എപ്പോഴും സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഈ ലക്കത്തിലെ ഏറ്റവും ആഴത്തിലുള്ള, ഏറ്റവും മനോഹരമായ ഒരു ആശയത്തിലേക്കാണ് കടക്കുന്നത്. ഒരു സാധാരണ മനുഷ്യബന്ധത്തെ എങ്ങനെയാണ് ഏറ്റവും ഉയർന്ന ആത്മീയ തലത്തിലേക്ക് കാണാൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. അടിസ്ഥാനം ഈ ഒരൊറ്റ വാക്യത്തിലാണ്: മാതൃദേവോ ഭവ. ഇതിന്റെ അർത്ഥമെന്താണ്? അമ്മയെ ദൈവമായി കാണുന്ന ഒരാളായിരിക്കുക. നമ്മുടെ സ്വന്തം അമ്മയിൽ ആ ദൈവികത ദർശിക്കുക.
എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് ഇത്രയും വലിയൊരു സ്ഥാനം കൊടുക്കുന്നത്? മാസിക പറയുന്നത് ഇതാണ്: അമ്മയുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ആത്മാവ് ഈ ലോകത്തേക്ക് പ്രവേശിക്കുന്ന ജീവനുള്ള ഒരു ക്ഷേത്രമാണ്. അവരല്ലേ നമ്മുടെ ആദ്യത്തെ ഗുരു, നമ്മളെ ആദ്യമായി സംരക്ഷിച്ചത്, പരിപാലിച്ചത്. നിരുപാധികമായ സ്നേഹം എന്താണെന്ന് നമ്മളെ ആദ്യമായി പഠിപ്പിച്ചത് അമ്മയാണ്. പക്ഷേ ഈ ആശയം സ്വന്തം അമ്മയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, അതൊരു കാഴ്ചപ്പാടാണ്. ആ ഒരേ ബഹുമാനം ജന്മം നൽകിയ അമ്മയ്ക്ക് മാത്രമല്ല, ഗുരുവിന്റെ പത്നിക്ക്, രാജാവിന്റെ പത്നിക്ക്, അമ്മായിയമ്മയ്ക്ക്, മുത്തശ്ശിക്ക്, എന്തിന് നമ്മുടെ മൂത്ത സഹോദരിക്ക്, നമ്മളെ പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന ഏതൊരു സ്ത്രീരൂപത്തിനും നൽകണം എന്നാണ് പറയുന്നത്. അതൊരു വലിയ ചിന്തയാണ്. അപ്പോ നമ്മുടെ ഉള്ളിലെ ലോപത്ത് നിന്ന് തുടങ്ങി സമൂഹം വഴി അവസാനം ദൈവീകമായ തലത്തിൽ വരെ എത്തിയ ഈ യാത്രയിൽ നിന്ന് നമുക്ക് ഇന്നത്തെ കാലത്തേക്ക് എന്തെല്ലാം കാര്യങ്ങൾ എടുക്കാം? നമുക്കൊന്ന് ചുരുക്കി നോക്കാം. ഒന്നാമതായി, മനസ്സിനെ കീഴടക്കുക. യഥാർത്ഥ സമാധാനത്തിന് പുറത്തേക്കല്ല, ഉള്ളിലേക്കാണ് നോക്കേണ്ടത്. ഒരു അന്തർമുഖി ബോധം വളർത്തിയെടുക്കുക. രണ്ടാമത്, ശരീരത്തെ ബഹുമാനിക്കുക. അതൊരു ക്ഷേത്രമാണ്. കഠിനാധ്വാനവും വിശ്രമവും ഒരുപോലെ കൊണ്ടുപോകണം. മൂന്നാമത്, ധാർമ്മികമായി ജീവിക്കുക. കാരണം നമ്മുടെ സ്വാർത്ഥത സമൂഹത്തെ മൊത്തത്തിൽ നശിപ്പിക്കും. അവസാനം, ഏറ്റവും പ്രധാനപ്പെട്ടത്, അമ്മയെ ആരാധിക്കുക. അമ്മയെ ഒരു പരമമായ ദൈവമായി, നിരുപാധികമായ സ്നേഹത്തിന്റെ പ്രതീകമായി കാണുക. ചുരുക്കി പറഞ്ഞാൽ, യഥാർത്ഥ സന്തോഷമെന്നു പറയുന്നത് ഇവയെല്ലാം ചേർന്നൊന്നാണ്. അപ്പോ ഈ കാലാതീതമായ അറിവുകളിൽ നിന്ന് നിങ്ങളുടെ ജീവിത വഴിയിൽ വെളിച്ചം വീശാൻ നിങ്ങൾ ഏത് സത്യമാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ ഓരോരുത്തരും കണ്ടെത്തേണ്ടതാണ്. ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ.